ബഹുമതികളെ ഒന്നും എം ടി തേടി പോവുകയായിരുന്നില്ല. ബഹുമതികൾ ഒഴുകിയെത്തുകയായിരുന്നു എം ടിക്ക് അരികിലേക്ക് എന്ന് വേണം പറയാൻ. കാരണം ആ എഴുത്തിൻ്റെ ആ പക്വത, എഴുത്തിൻ്റെ ഭംഗി, സുഖം, ഇതൊക്കെ നാടെങ്ങും പ്രചരിപ്പിക്കുന്നത് ആ എഴുത്തുകളിലൂടെ മാത്രമാണ് എന്നതാണ്. മൂർത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ കിട്ടാവുന്നതിൽ വെച്ച് എല്ലാവിധ ബഹുമതികളും അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ പറയുന്ന പോലെ എം ടി അന്തരിച്ചു, എം ടി മരിച്ചു എന്ന് നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് എം ടി എങ്ങനെയാണ് മരിക്കുന്നത്? കാരണം എം ടി എഴുതി വെച്ച ഓരോന്നും, മഞ്ഞും നാലുകെട്ടും എല്ലാം തന്നെ ഈ പറയപ്പെടുന്ന എല്ലാവിധ എഴുത്തുകളിലും എം ടി ഉണ്ട്. അത് മലയാളികൾക്ക് വേണ്ടി സമർപ്പിച്ചതാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഏതൊരു സാധാരണക്കാരനും ഏതൊരു മലയാളികൾക്കും വായിച്ച് ആ വായനയിൽ ഉൾക്കൊണ്ട് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് എം ടി എല്ലാത്തിനെയും പാകപ്പെടുത്തിയിട്ടുള്ളത്. പാലക്കാട് കൂടൽ നാലുകെട്ടിൽ പറയുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. നാലുകെട്ട് എന്ന് പറയുന്നത് പാലക്കാട് കൂടല്ലൂരിലെ അവിടുത്തെ അനുഭവങ്ങളും അവിടുത്തെ ജീവിതങ്ങളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നാലുകെട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മഞ്ഞും. എല്ലാം തന്നെ ഇത്തരത്തിൽ ഓരോന്നും അദ്ദേഹം ഈ മലയാളികൾക്കായി സമർപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണ അതായത് ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ, അദ്ദേഹം പോയിരുന്ന ഇടങ്ങൾ, അദ്ദേഹം കൂടിയിരിക്കുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം അദ്ദേഹത്തെ അത്രയും സ്പെഷ്യലായിരുന്നു, അത്രയും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവരെല്ലാം തന്നെ പലപ്പോഴും പറയുന്നതായിട്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും മുത്തി, എം ടി വാസുദേവൻ നായരുടെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അടുത്ത പേജിലേക്ക് പോകാൻ വായനക്കാരന് ഒരു വലിയ ആർത്തിയുണ്ട്. വീണ്ടും 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 വായിച്ചു തീർക്കുവാനൊരു വെപ്രാളമുണ്ട്. അത് തന്നെയാണ് എം ടി എന്ന കഥാരൂപത്തിലായിരുന്നു ആദ്യം എഴുതി തുടങ്ങിയത്. പിന്നീടാണ് ഗദ്യത്തിലേക്ക് കടന്നതും. എഴുത്തിൽ നേരത്തെ മധു പറഞ്ഞതുപോലെ ഓരോ നിമിഷവും സ്വയം പുതുക്കലുകളായിരുന്നു എം ടിയുടെ ഭാഗത്തു നിന്ന് വായനക്കാരന് കിട്ടിക്കൊണ്ടേയിരുന്നത്. ഒരു ഇന്ത്യൻ എഴുത്തുകാരന് സങ്കല്പിക്കാവുന്ന ബഹുമതികൾ മുഴുവൻ എം ടി വാസുദേവൻ നായരെ തേടിയെത്തി. ജ്ഞാനപീഠം കയറിയ എം ടിയുടെ രചനകൾ മലയാളത്തെയും ലോകഭാഷകളിൽ ഗണനീയമാക്കി.